അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് വമ്മാ ബഅദ്. പിന്നെ ജബ്ബാർ പറയുന്നൊരു സംഗതി, ഈ 5 സൂക്തങ്ങളിൽ ആയത്തുകളിൽ വലിയ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തഫ്സീറിൻ്റെ ആളുകളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ ആശയമൊന്നും അതിലില്ല എന്നാണ്. അതിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം. പിന്നെ മലക്കിനെ കണ്ടു എന്ന് പറയുന്നത് ഒരു മിഥ്യാ അനുഭവമാണ്, അത് മറ്റാർക്കും ഉണ്ടാവില്ല എന്നാണ്. ഒരു സംഗതിയെ മിഥ്യ എന്നും തഥ്യ എന്നും പറയണമെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള അറിവ് ഉള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെ മിഥ്യയാണ്, പ്രപഞ്ചത്തിൻ്റെ തുടക്കം മിഥ്യയാണ്, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന അന്ധവിശ്വാസത്തിലാണ് ജബ്ബാറും ആളുകളുള്ളത്. അപ്പം പിന്നെ ദൈവം തന്നെയല്ല, അള്ളാഹ് തന്നെയല്ലെങ്കിൽ പിന്നെ അള്ളാഹു സൃഷ്ടിച്ച പ്രത്യേകം സൃഷ്ടികളുണ്ടാവുമല്ലോ, അത് മിഥ്യയായിരിക്കും. അതുകൊണ്ട് ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ ജിന്നുകൾ, മലക്കുകൾ പോലുള്ളത് സ്വർഗം, നരകം തുടങ്ങി എന്തൊക്കെ ഇസ്ലാം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എല്ലാ വേദങ്ങളും എന്ന് തന്നെ പറയാം പഠിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ജബ്ബാറിൻ്റെ കാഴ്ചപ്പാടിൽ വെറും മിഥ്യയാണ്. ജബ്ബാറും ആളുകളും എന്താണോ പറയുന്നത്, അവരുടെ മനസ്സിൽ ഉദിച്ചത് അവർ വിളിച്ചു പറയുന്നു, അത് മാത്രമേ അവരുടെ അടുത്ത് തഥ്യയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് അബദ്ധം പണിഞ്ഞിട്ടുള്ളത്, തെറ്റ് പറ്റിയിട്ടുള്ളത്? അത് ഖുർആനിനാണോ, അള്ളാഹുവിനാണോ, ജബ്ബാറിനാണോ? ഇതാണ് നമ്മൾ വേറിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു സംഗതി അത് ഉണ്ടെന്ന് അംഗീകരിക്കാഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇന്ന് പിന്നെ സൂര്യനുണ്ട്, കണ്ണുവട്ടനെ സംബന്ധിച്ചിടത്തോളം സൂര്യനുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബോധ്യപ്പെടില്ല. അപ്പോൾ അയാൾ സൂര്യനെ നിഷേധിക്കുന്നു എന്നതുകൊണ്ട് കണ്ണ് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മിഥ്യയാവില്ല. എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിൽ അവൻ്റെ പ്രത്യേക സൃഷ്ടിജാലങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും മിഥ്യയല്ല, അതൊക്കെ സത്യമാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ അനുഭവപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം അസത്യമായി തീരുമോ? അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന് നേർക്ക് നേരെ തൊട്ടറിയാൻ, മണത്തറിയാൻ അല്ലെങ്കിൽ കണ്ടറിയാൻ പറ്റാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഈ സംഗതികൾ എല്ലാം എങ്ങനെ ഒരാൾ അസത്യമാണ് എന്ന് പറഞ്ഞാൽ അയാൾ അത് അനുഭവിക്കണില്ല എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കാണില്ല കേൾക്കണില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അതിനെ സംബന്ധിച്ച് അസത്യമെന്നോ മിഥ്യയെന്നോ ഒക്കെ പറയാം. എന്നാൽ അതേ കാര്യം തന്നെ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്നത് തനി പൊളിവചനമാണ്. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബാഹ്യദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ്. അത് തന്നെയാണ് ജിന്നിൻ്റെ അവസ്ഥയുള്ളത്. കാരണം ഖുർആൻ ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നഹു യറാക്കും മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹും യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവനും അവൻ്റെ ആളുകളും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണില്ല എന്ന് ജിന്നിനെ പറ്റി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് മലക്കുകളുടെയും അവസ്ഥ. മലക്കിനെ സാധാരണഗതിയിൽ മനുഷ്യന് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറയുന്നുണ്ട്, 2 പ്രാവശ്യമാണ് ജിബ്രീലിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളതെന്നാണ്. പ്രവാചകന്മാരുടെ അടുത്ത മലക്കുകൾ വരുന്നത് പലപ്പോഴും മനുഷ്യരൂപം പൂണ്ടുകൊണ്ടായിരിക്കും. ഇബ്രാഹിം നബിയുടെ, യൂത്ത് നബിയുടെ ഒക്കെ സംഭവ കഥകളിൽ നമ്മൾക്കത് വായിച്ചെടുക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സംഗതിയെ മിഥ്യ അല്ലെങ്കിൽ അസത്യം എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതിൽ ഒരർത്ഥമില്ല എന്നുള്ളതാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രോഗം അയാൾക്കേ അനുഭവപ്പെടാൻ കഴിയുള്ളൂ, അത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഭവവേദ്യമാവില്ല. അപ്പോൾ ആ രോഗാനുഭവമില്ലാത്ത ആൾ മറ്റേ രോഗം അനുഭവിക്കുന്ന ആളോട് ഇത് കളവ് പറയുകയാണ്, നിനക്ക് അങ്ങനത്തെ രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരാൾ, അത് ഇല്ലാത്തൊരാൾ എനിക്കങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല, ഇത് വെറുതെ പറയുന്നതാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇങ്ങനെ ഏത് കാര്യം എടുത്താലും
ഒരാൾക്ക് അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് പിന്നെ അനുഭവപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സംഗതിയെ തള്ളിപ്പറയാന്നുള്ളത് അത് ഒന്നുകിൽ ബുദ്ധിഹീനതയാണ്, അല്ലെങ്കിൽ പിന്നെ അവിവേകമാണ് എന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മലക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് നബി പറയുമ്പോൾ നിനക്ക് അങ്ങനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല, അതൊരു മിഥ്യാധാരണയാണ് എന്നുള്ള ഈ വാദഗതിയിലൊരു അർത്ഥമില്ല. കാരണം ഇത് രണ്ടു കൂട്ടർക്കും തെളിയിക്കാൻ കഴിയില്ലാണല്ലോ, ബാഹ്യമായിട്ട് തെളിയിക്കാൻ കഴിയാത്ത സംഗതി അത്. കണ്ടു എന്ന് പറയുന്ന ആൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ല, കാണാത്ത ആളുകൾക്ക് നിഷേധം കൊണ്ട് അതിന് ആ നിലക്കും തെളിയിക്കാൻ കഴിയില്ലാണല്ലോ. അപ്പോൾ രണ്ടു കൂട്ടർക്കും തെളിയിക്കാൻ കഴിയാത്തൊരു സംഗതി അത് അനുഭവപ്പെട്ട ആൾ പറയുമ്പോൾ ആ അനുഭവം അയാൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനേ പറ്റൂ. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ജീവിതത്തിൽ സത്യം പറയുന്ന ആളാണോ അസത്യം പറയുന്ന ആളോ എന്നതും ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ 40 വയസ്സ് വരെ ഖുറൈശികളിലെ ശത്രുക്കൾ പോലും അംഗീകരിച്ച ഒരു കാര്യമാണ് മുഹമ്മദ് ഈ കാലം വരെ നമ്മളോടൊരു കളവും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ആ സാക്ഷ്യപത്രം പരസ്യപ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാക്ഷ്യപത്രം നബിയുടെ കയ്യിൽ ഇരിക്കെയാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അത് മിഥ്യയാണ്, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ, അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്തത് കൊണ്ട് മിഥ്യയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിലും ജബ്ബാറിൻ്റെ വാദഗതിയിലും യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയുന്നത് ഖദീജയുടെ പരീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത് മലക്ക് തന്നെയാണോ പിശാച്ചാണോ എന്ന് പിന്നെ അറിയാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം എന്തായിരുന്നു? ആദ്യത്തിൽ നബിയെ മടിയിൽ പിടിച്ചിരുത്തി, അപ്പം മലക്ക് പോയില്ല. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രം അഴിച്ചു. ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇപ്പം കാണുന്നില്ല. അപ്പോൾ ഖദീജ പറഞ്ഞു എന്നാൽ അത് മലക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം ഇത് ചെകുത്താൻ മാറി നിന്ന് പരീക്ഷിച്ചതായാലോന്നാ, അതായത് ചെകുത്താൻ വഞ്ചിച്ചതാണെങ്കിലോ. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ അംഗീകരിക്കാത്തതും വസ്തുതാപരമായി അംഗീകരിക്കപ്പെടേണ്ടതുമായ സംഗതി പിശാച്ചും മലക്കും ഒരേ അവസ്ഥയിലുള്ളവരല്ല എന്നുള്ളതാണ്. പിശാച്ച് എന്ന് പറയുന്നത് പിശാച്ചിന് തെറ്റുകളാണ്, പാപങ്ങളാണ്, അധാർമികതയാണ് പിശാച്ചിന് ഇഷ്ടമെങ്കിൽ മലക്കിനെ സംബന്ധിച്ചിടത്തോളം അധാർമികത, തെറ്റുകൾ, കുറ്റങ്ങൾ ഇതൊക്കെ മലക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അപ്പോൾ അധാർമികതയിൽ മുഴുകുന്ന പിശാച്ചും അധാർമികത ഇഷ്ടപ്പെടാത്ത മലക്കും ഒരുപോലല്ല. അപ്പോൾ മറ്റൊരാളുടെ മറക്കപ്പെടേണ്ട ഭാഗങ്ങൾ അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ളത് മലക്ക് ചെയ്യൂല, അത് ഇബ്ലീസാണ് ചെയ്യുക. ഇത് ഖദീജ റളിയല്ലാഹു അൻഹ അറിയാം, അതുകൊണ്ടാണ് അവർ ഈ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ജബ്ബാറിൻ്റെ ചോദ്യം ഒരു ജാഹിലി ആചാരമനുസരിച്ച് ഒരു സംഗതി തെളിയിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സംഗതി തന്നെ തെറ്റാണെങ്കിൽ അതിലൂടെ തെളിയിക്കപ്പെട്ട സംഗതിയും തെറ്റാവൂലേന്നാണ്. ഇതൊരു ജാഹിലി ആചാരമല്ല. യഥാർത്ഥത്തിൽ ജാഹിലി ആചാരം എന്ന് പറഞ്ഞത് എന്താണ്? പ്രാമാണികത ഒന്നുമില്ലാത്തൊരു സംഗതിയെ സംബന്ധിച്ച് കേവലം അന്ധവിശ്വാസപരമായി ഉള്ള സംഗതിയെ സംബന്ധിച്ച് ജാഹിലി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് മലക്കിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അവർക്കൊക്കെ മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, ആ മലക്കുകൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മലക്ക് വരുന്നത്. ഈ സംഗതി നബിയെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുള്ള അന്നത്തെ ക്രൈസ്തവ പണ്ഡിതന്മാർ നിഷ്പക്ഷരായിട്ടുള്ള ക്രൈസ്തവ പണ്ഡിതന്മാർ പോലും അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്, ജൂതന്മാരിലെ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതൊരു ജാഹിലി സംഗതിയല്ല, ഇത് വസ്തുതാപരമായിട്ടുള്ള പ്രവാചകന്മാർക്കൊക്കെ അനുഭവപ്പെട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ പരീക്ഷണത്തിലൂടെ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു ഇത് മലക്ക് തന്നെയാണ്, പിശാച്ചല്ല. അങ്ങനെയാണ് ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്.
അല്ലാതെ ഖദീജ നല്ല ബുദ്ധിമതിയായിരുന്നു, നല്ല തൻ്റേടിയായിരുന്നു, വിവേകശാലിനിയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നത് നബിയുടെ ഈ സ്വഭാവ മഹിമയും നബി പറയുന്നത് പൂർണ്ണമായും സത്യമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ജബ്ബാറി പറയുന്ന ഇത്തരത്തിലുള്ള ചപ്പടാച്ചികൾക്കൊന്നും യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.